മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, 18-ാം തീയതി ഉടമ്പടി ദിനം മാതാവിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി നവീകരിക്കുവാനും ഉടമ്പടി ദിനത്തിൽ ഷെയ്ൻഷാട്ട് കപ്പേളെ വന്ന് പ്രാർത്ഥിക്കുവാനും പ്രത്യേകമായി നീക്കിവെച്ചിരിക്കുന്ന ദിവസമാണ്. സിയോൺ സെൻറ്ററിലുള്ള ഷെയ്ൻഷാട്ട് കപ്പേളയിൽ നമ്മെ കാത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഇന്നേ ദിവസം ധാരാളം ആളുകൾ കടന്നു വരികയാണ്. ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ അമ്മ എനിക്ക് ആരാണ്, എന്തുകൊണ്ടാണ് ഞാൻ 18-ാം തീയതിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നത്, 18-ാം തീയതിയിലേക്ക് ഒരുങ്ങുന്നതിന് നവനാൾ ജപം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? കാരണം പരിശുദ്ധ അമ്മ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് അമ്മയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള വലിയ വിശ്വാസമാണ്. സഭാസ്ഥാപകനായ കെൻഡിക്കച്ചൻ പറയുക, ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നമ്മുടെ പേരുകൾ എഴുതി ചേർക്കുകയാണ്. അത് എന്നേക്കുമായിട്ട് എഴുതി ചേർക്കുന്ന ഒരു കാര്യമാണ്. അമ്മയുടെ ഹൃദയത്തിൽ പേരുകൾ എഴുതി ചേർക്കപ്പെട്ടവരാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയുടെ മക്കൾ. എന്തിനാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നതും ഉടമ്പടി ദിനത്തിൽ ഉടമ്പടി നവീകരിക്കുന്നതും ഉടമ്പടി എടുക്കുന്നതും എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഷെയ്ൻഷാട്ടിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയം, ആ അമ്മ വിശ്വാസത്തിൻ്റെ അമ്മയാണ്, പ്രത്യാശയുടെ അമ്മയാണ്, സ്നേഹത്തിൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് ത്രൈസ് അഡ്മിറബിൾ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഷെയ്ൻഷാട്ടിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തെ മദർ ത്രൈസ് അഡ്മിറബിൾ എന്നാണ് വിശേഷിപ്പിക്കുക. അമ്മ വിശ്വാസത്തിൻ്റെ അമ്മയായതുകൊണ്ടും അതുപോലെ പ്രത്യാശയുടെ അമ്മയായതുകൊണ്ടും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ അമ്മയായതുകൊണ്ടുമാണ്. എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം വിശ്വാസത്തിൻ്റെ അമ്മയാകുന്നത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തീരുമാനത്തിനും പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായും വിട്ടുകൊടുത്ത വ്യക്തിയാണ് പരിശുദ്ധ കന്യക. അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ അമ്മയായി മാറുന്നത്. എല്ലാ കാര്യത്തിലും ദൈവപരിപാലനയെ വിശ്വസിക്കുക, ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുക. ആ അമ്മയുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളും വിശ്വാസത്തിൽ വളരും. എല്ലാ കാര്യത്തിൻ്റെയും പിമ്പിൽ അമ്മയുടെ കരമുണ്ട്, അമ്മ കൈവിടാതെ എന്നെ നോക്കിക്കൊള്ളും എന്നുള്ള വിശ്വാസം. കാരണം ആ അമ്മ വിശ്വാസത്തിൻ്റെ അമ്മയാണ്. രണ്ടാമത് പ്രത്യാശയാണ്. ദ മദർ ഓഫ് ഹോപ്പ്. അതിൽ നാളെയെക്കുറിച്ചൊരു പ്രത്യാശയില്ലാത്ത മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കഴിഞ്ഞാൽ നാളെ എന്തു ചെയ്യും, ഇത് ചോദിക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിൽ. പരിശുദ്ധ അമ്മയും ഇത് ചോദിച്ച വ്യക്തിയാണ്. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല, പരിശുദ്ധാത്മാവ് നിന്നിൽ എഴുന്നള്ളി വരും. അതാണ് മാലാഖ കൊടുക്കുന്ന ആ മറുപടി. അത് വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. പരിശുദ്ധാമ്മയ്ക്ക് അതിന് സാധിച്ചു. കാരണം പരിശുദ്ധാമ്മ വിശ്വാസത്തിൻ്റെ അമ്മയായിരുന്നു. അതോടൊപ്പം തന്നെ പ്രത്യാശയുണ്ടായിരുന്നു. നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, തീർച്ചയായിട്ടും നമ്മളും സ്വപ്നങ്ങളൊക്കെ കാണുന്നവരാണ്. കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നമുണ്ട്, മക്കളെക്കുറിച്ചുള്ള സ്വപ്നമുണ്ട്. നാളെയെക്കുറിച്ചുള്ള സ്വപ്നം കാണാത്ത ഏത് മനുഷ്യനാണുള്ളത്? അവിടെയെല്ലാം പരിശുദ്ധാമ്മ നമുക്ക് മാതൃകയായിത്തീരുന്നു. ഉടമ്പടിയിലൂടെ പരിശുദ്ധാമ്മ നമ്മളെയും സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടി സ്വപ്നം കാണുക, നാളെയെക്കുറിച്ചുള്ള സ്വപ്നം. കാരണം പരിശുദ്ധ അമ്മയും അങ്ങനെ തന്നെയാണ്. തൻ്റെ തിരുക്കുമാരൻ്റെ ഈ ലോകത്തിലുള്ള ആ വരവോടുകൂടി ലോകത്തിൽ അനുഗ്രഹമുണ്ടാകും എന്ന് സ്വപ്നം കണ്ട വ്യക്തി. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയായി ദൈവത്തിൻ്റെ അമ്മ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട വ്യക്തി. അതിൽ പരിശുദ്ധ അമ്മയ്ക്കൊരു പ്രതീക്ഷയാണ്. പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ദൈവസ്നേഹത്തിലും അതുപോലെ പ്രത്യാശയിലും വളർന്നു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാമ്മ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെല്ലാം പ്രത്യാശയില്ലാതെ മനുഷ്യർ പരസ്പരം കലഹിക്കുകയും വേദനിക്കുകയും ചെയ്തപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് ഫാത്തിമയിലായാലും ലൂർദിലായാലും അതുപോലെ തന്നെ ഷെയ്ൻഷാട്ട് കപ്പേളയിലായാലും പരിശുദ്ധാമ്മ പറയുന്ന കാര്യം ഇത്രമാത്രമേ ഉള്ളൂ: നാളെയെക്കുറിച്ച് നിനക്ക് പ്രത്യാശയുണ്ടാകണം. അതാണ് ഉടമ്പടിയിൽ നീ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി അമ്മ ദ മദർ ഓഫ് ചാരിറ്റി. അമ്മ എല്ലാവർക്കും നന്മ ചെയ്ത വ്യക്തിയാണ്.
നന്മ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്നും അമ്മ അത് തുടരുകയാണ്. തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചപ്പോൾ, ദൈവമാതാവെന്ന സ്ഥാനത്തേക്ക് ഉയർത്തിയപ്പെട്ടപ്പോൾ അമ്മ ചെയ്തത് എന്താണ്? ആവശ്യമുള്ള അനുഗ്രഹം എലിസബത്തിന് ചെയ്തു കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ആ ഒരു പ്രവൃത്തി, ആ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി അമ്മ ഇന്നും തുടരുകയാണ്. എങ്ങനെയാണ് തുടരുന്നതെന്ന് ചോദിച്ചാൽ, അമ്മയുടെ അടുത്തേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും അവർ വെറും കൈയോടെ പുറത്തേക്ക് പോകില്ല എന്നുള്ളതാണ് സത്യം. അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന മക്കൾ ആ അമ്മ തൊട്ട് അനുഗ്രഹിച്ച് വിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഷേഡ്ഷാഡിൻ്റെ ചരിത്രം അതുതന്നെയാണ്. അതുകൊണ്ടാണ് സഭാപിതാവായ കന്യകച്ചൻ പറഞ്ഞത്, നമ്മുടെ ചരിത്രം അത് പരിശുദ്ധമാണ്. അവർ ഹിസ്റ്ററി ഈസ് ഹോളി ഹിസ്റ്ററി. പരിശുദ്ധമായ ചരിത്രമാണ്. എന്നെങ്ങനെയാണത് പരിശുദ്ധമാകുന്നത്? കാരണം പരിശുദ്ധ അമ്മ നന്മകൾ വിതറി ധാരാളം ആളുകൾക്ക് അവിടുന്ന് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ചെയ്യുന്ന ആ അനുഗ്രഹത്തിൻ്റെ പാതയാണ് നമ്മൾ 18-ാം തീയതി തുടരുന്നത്. 18-ാം തീയതി നമ്മൾ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി അമ്മയോട് അപേക്ഷിക്കുമ്പോൾ അമ്മ നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും. എന്താണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് അമ്മ തിരിച്ചറിയും. അതിന് നമ്മൾ അമ്മയുടെ അടുത്തേക്ക് വരണം, അമ്മയുമായിട്ടുള്ള ഉടമ്പടിയിൽ വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ കാരുണ്യം പ്രവർത്തിക്കുന്ന അമ്മയുടെ കാരുണ്യം മറ്റുള്ളവർക്ക് നൽകുന്ന മക്കളായി മാറും. ഈ ഒരു അവസ്ഥയിലേക്ക് അമ്മ നമ്മളെ ക്ഷണിക്കുകയാണ്. ആസ് മദർ ഓഫ് ചാരിറ്റി, സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അമ്മയായിട്ട് അവിടുന്ന് ക്ഷണിക്കുകയാണ്. ആ അമ്മയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. പ്രസാദപരനാഥ ഉടമ്പടി ദിനത്തിൽ കപ്പേളയിലേക്ക് വരുവാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് കപ്പേളയിലേക്ക് പോകാം. നമുക്കറിയാവുന്ന ഷേൺസ്റ്റാട്ട് കപ്പേളകളിൽ ഉടമ്പടി ദിനത്തിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ, നൊവേന ചൊല്ലാൻ, ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് കടന്നു ചെല്ലാം. അനുഗ്രഹം വാങ്ങി നമുക്ക് സംതൃപ്തരായി സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ വീടുകളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ പ്രേക്ഷിതരായി മാറും, പരിശുദ്ധ അമ്മയുടെ മക്കളായി മാറും. ഉടമ്പടിയിൽ വിശ്വസിക്കുക. പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുന്നത്, അമ്മയിൽ വിശ്വസിച്ചവർ ആരും നിരാശരായിട്ടില്ല. ആ ഒരു വലിയ വിശ്വാസത്തോടു കൂടി ഈ ഉടമ്പടി ദിനത്തിൽ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് വരാം. പ്രസാദപരനാഥ നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.